സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള ടിവിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ചിരിക്കാൻ വേറെ എവിടെയും പോകണ്ട, ഇത് കേട്ടാൽ മതി. കാരണം ഈ ചെറ്റ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. SNDP യോഗത്തിന്റെ സൃഷ്ടികർത്താവ് എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു, അദ്ദേഹമാണ് ഇത് സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്തിനു വേണ്ടിയാണോ ഉണ്ടാക്കിയത്, ജാതി ചോദിക്കരുത്, പറയരുത്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, മദ്യം വിഷമാണ്, അത് കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ നാരായണ ഗുരുവിനെ ഒരു മൂലക്കിരുത്തിയിട്ട് കള്ള് കച്ചവടമാണ് ഇവൻ ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കള്ള് കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കുകയാണ്, കൊള്ളപ്പലിശയ്ക്ക് കൊടുത്ത് പണം ഉണ്ടാക്കുകയാണ്, അതും ഈഴവ സമുദായങ്ങൾക്ക്. എന്നിട്ട് SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിലൂടെ പറയുകയാണ്, എല്ലാവരും ഇതിൽ സഹകരിക്കണം, SNDP യോഗം പ്രവർത്തകരെല്ലാം ഓപ്പറേഷൻ തൂഫാന് പിന്തുണ കൊടുത്ത് അതില് സജീവമായി പ്രവർത്തിക്കണമെന്നാണ്. ആദ്യം വേണ്ടതെന്ന് പറയുന്നത് ഈ ചെറ്റ, ഈ വെള്ളാപ്പള്ളിയെ ആ SNDP സെക്രട്ടറി സ്ഥാനത്ത് നീക്കം ചെയ്യലാണ്. അത് എന്തുകൊണ്ട്? നല്ല ഈഴവ സമുദായങ്ങൾ ഒരുപാട് പേര് അംഗങ്ങളുണ്ട്, നല്ല ആൾക്കാരുണ്ട് അതിൽ ഒരുപാട്. അത് പല ഇതായിട്ട് അവർ എതിർക്കുന്നുമുണ്ട്. സംരക്ഷണ സമിതി എന്ന്, SNDP സംരക്ഷണ സമിതി എന്നും പറഞ്ഞ് അവർ യോഗങ്ങളൊക്കെ ചേർന്നുണ്ട്, എല്ലാം ഉണ്ട്. ഗോകുലൻ ഗോപാലനൊക്കെ നേരത്തെ പിന്നെ അതിന് നേതൃത്വം കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ വിദ്യാസാഗർ, അവരെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് ഈ വെള്ളാപ്പള്ളിയും കുറെ ഗുണ്ടകളും കള്ള് കച്ചവടക്കാരും കൊള്ളപ്പലിശക്കാരും ചേർന്ന് SNDP യോഗത്തിനെ അള്ളിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് പിടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഗുണ്ടാ സംഘങ്ങളാണ് ഇതിനെ ഇപ്പൊ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോ SN ട്രസ്റ്റ് ആയിരുന്നാലും SNDP ആയിരുന്നാലും വർക്കല അവര് കളി നോക്കി, പക്ഷെ സ്വാമിമാർ സമ്മതിച്ചില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അന്തസ്സുള്ള, അഭിമാനമുള്ള നല്ല സ്വാമിമാരാണ്. അവര് ഈ വെള്ളാപ്പള്ളി എപ്പോഴും തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം, ആചാന ബാഹുവായ ഒരു സ്വാമി അവിടെ ഉണ്ടായിരുന്നു, നല്ല ഒരു സ്വാമിയായിരുന്നു, സ്വാമി ശാശ്വതീകാനന്ദ. അദ്ദേഹത്തിന് കൊന്നത് വെള്ളാപ്പള്ളി നടേശനാണെന്നാണ് അന്ന് ഉണ്ടായിരുന്ന ശ്രുതി. എന്തായാലും ശരി, പലപ്പോഴായി വന്ന ഗവൺമെന്റുകൾ വെള്ളാപ്പള്ളിയെ സഹായിച്ചിട്ടേ ഉള്ളൂ. ആ കേസ് പോലും ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതുപോലെ തന്നെയാണ് പിന്നെ ഈ ആരാണോ അഴിമതി നടത്തിയത്, ആ അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തതിന്റെ പേരിൽ